രാജേശ്വരിയും ഗോപാലകൃഷ്ണനും കല്യാണം കഴിഞ്ഞ് അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കുഞ്ഞു ശാലിനി ഗോപാലകൃഷ്ണനെ കാത്തു നിൽക്കുകയാണ്. ശാരദാമ്മയും ബാക്കി കുട്ടികളും വരുന്നു. ആ കാഴ്ച കണ്ട് വളരെ വിഷമിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ. അച്ഛാന്നും പറഞ്ഞ് ശാരിക ഗോപാലകൃഷ്ണനെ ചെന്ന് പിടിക്കുമ്പോൾ ഭ എന്നും പറഞ്ഞ് ആട്ടി മാറ്റുകയാണ് ഗോപാലകൃഷ്ണൻ കുഞ്ഞിനെ. ദേഷ്യപ്പെട്ട് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, ആരാടി നിന്റെ അച്ഛൻ? എനിക്കിങ്ങനെ 3 മക്കളില്ല, ഒരു ഭാര്യയും. നെറ്റിയിലെ സ്റ്റിച്ച് കാണിച്ചിട്ട് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, ദാ ഇതെന്താന്ന് നീ കണ്ടോ? നിന്റെ ഈ പൊന്നുമോള് സമ്പാദിച്ചു തന്നതാണ്. നിന്റെ വയറ്റിൽ കുരുത്ത ഈ അസുരവിത്ത് എന്ന് പറഞ്ഞ് ശാലിനിയെ ചൂണ്ടിക്കാണിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ഇതുപോലുള്ള കുരുപ്പുകളെ മാത്രം വിളയിക്കുന്ന നിന്നെ എനിക്ക് വേണ്ടിടി. പെറ്റിട്ട് വച്ചത് 3 പെണ്ണുങ്ങൾ. പെണ്ണിനെ മാത്രം പ്രസവിക്കാൻ കഴിയുന്നവൾ എന്ന് പറഞ്ഞാൽ പാഴാണടി, വെറും പാഴ്. ഉള്ളാവുന്ന ഒന്നും വിളയിക്കാൻ കഴിയാത്ത വെറും മരുഭൂമി എന്നൊക്കെ പറയില്ലേ, അത്രേ ഉള്ളൂ നീ. ചുറ്റും കൂടി നിന്നവരോട് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, വിയോജിപ്പുണ്ടോ ആർക്കെങ്കിലും? ഇത് നിന്റെ മകൾ ഉണ്ടാക്കിയ മുറിവാണ്, ഉണങ്ങിയാലും മുറി കൂടാത്ത വ്രണം. ഇതിൽ നിന്നൊഴുകിയ ചോരയാണ് സത്യം. ഇവളിൽ എനിക്കൊരു മകൻ പിറക്കും. അവന് ഞാൻ IAS ഓഫീസർ ആക്കുമടി. നിന്റെയൊക്കെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന കളക്ടർ. പിന്നെ നിനക്കൊന്നും തന്നില്ലാന്ന് വേണ്ട. നീയും ഈ വൃത്തികെട്ട 3 മക്കളും ചുരുണ്ടുകൂടുന്ന ആ പുരയുണ്ടല്ലോ, അത് നീ എടുത്തോ. അവിടെ പച്ചരിച്ചോറോ പഴങ്ങഞ്ഞി വെള്ളമോ കുടിച്ച് നീയും നിന്റെ ഈ 3 മക്കളും കിടന്നോ. പട്ടിണി പങ്കുവെക്കാൻ ഇനി ഗോപാലകൃഷ്ണനെ വിളിക്കരുത്. പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, നിൽക്ക്. പട്ടിണി പങ്കുവെക്കാൻ ഇനി ഗോപാലകൃഷ്ണനെ ക്ഷണിക്കുന്നില്ല. ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ പരസ്ത്രീ ബന്ധം തേടി പോകുന്നവന്റെ നെറ്റിയിൽ നിന്നൊഴുകുന്ന ചോരയേക്കാൾ കട്ടിയും ഉറപ്പുമുണ്ട് ഭർത്താവിനെ മാത്രം ഭജിച്ചു കഴിയുന്ന ഒരു പെണ്ണിന്റെ താലിമാലയ്ക്ക്. താലി എടുത്ത് കാട്ടിയിട്ട് ശാരദാമ്മ പറയുകയാണ്, ഇത് സാക്ഷിയാക്കി പറയുകയാണ്, ആൺമക്കളെ തേടി പൊയ്ക്കോ ഗോപാലേട്ടൻ. പക്ഷെ ഒരു പെണ്ണിനെ കൊണ്ട് എന്താകുമെന്ന്, പെൺമക്കളെ കൊണ്ട് എന്താകുമെന്നും കാലം സാക്ഷിയായി കാണിച്ചു തരും. ഈ താലിമാലയാണ് സത്യം. ഈ സമൂഹം സാക്ഷി, ഈശ്വരൻ സാക്ഷി. അതിനുശേഷം മക്കളെയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ് ശാരദ. ഇതൊക്കെ ഓർത്ത് ആ ഫോട്ടോയിൽ നോക്കി കരയുകയാണ് ശാരദാമ്മ. പിന്നീട് കാണിക്കുന്നത് അമ്പലമാണ്. അവിടെ തൊഴുത് പ്രാർത്ഥിക്കുകയാണ് രാജേശ്വരി. അവിടേക്ക് ഗോപാലകൃഷ്ണനും അനിയനും എത്തുകയാണ്. ഗോപാലകൃഷ്ണൻ പറയണ്ട, ഇനി നമ്മളിപ്പോ എന്ത് പറയും? നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞേ. അതിനുശേഷം അവളെ കണ്ടാൽ മതി. അയ്യോ, ഞാനിപ്പോൾ എന്ത് പറയാനാണ്? നമ്മൾ ശ്രമിച്ചു, നടന്നില്ല, ഇനിയും ശ്രമിക്കും, അത്ര തന്നെ എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, എന്നൊക്കെ നിനക്ക് പറയാം. നിന്നെ വിശ്വസിച്ച് ഞാൻ വീട്ടിൽ വെച്ച് വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്തതാണ്. ശാരദയുടെ ചായക്കടയൊക്കെ പൊളിഞ്ഞെന്ന്. ഇനിയിപ്പോ നാളെ തൊട്ട് അവർ അവിടെ തന്നെ കാണുമെന്നും കച്ചവടം നടത്തുമെന്നുമൊക്കെ അവൾ അറിഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് രാജേശ്വരിയുടെ മുൻപിൽ ചെല്ലാൻ. ഞാനിപ്പോ എന്താടാ ചെയ്യുക? അവൾ ഇവിടെ വെച്ച് തന്നെ എന്നെ വെട്ടിയെറിഞ്ഞ് അമ്പലക്കുളത്തിൽ ഇടും. അതിപ്പോ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അളിയൻ തൽക്കാലം ഒരു കാര്യം ചെയ്യ്. സംഗതി തൽക്കാലം എന്റെ തലയിലോട്ട് ചാമ്പിക്കോ. ഞാൻ അളിയനല്ലാത്തത് കൊണ്ടും ഏച്ചിയുടെ സ്വന്തം രക്തം ആയതുകൊണ്ടും കുറഞ്ഞ് സംഗതി സോൾവ് ആകുമെന്ന് ഉറപ്പ്. അതിനുശേഷം പറയാണ്, ദേ ചേച്ചി വരുന്നു. ചേച്ചി ഗുഡ് ഈവനിങ്. ചേച്ചി അമ്പലത്തിൽ വന്നു എന്നറിഞ്ഞ് ഒന്ന് കാണാൻ വന്നതാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നേരം ദേഷ്യത്തോടെ രാജേശ്വരി അനിയനെ നോക്കുമ്പോൾ അനിയൻ പറയുകയാണ്, അല്ല, ഞാൻ വെറുതെ വിശേഷങ്ങൾ ചോദിക്കാൻ. രാജേശ്വരി ചോദിക്കുകയാണ്, എന്തായി ശാരദയുടെ കട ഒഴിപ്പിക്കുന്ന കാര്യം? ഒന്നും അറിയാത്ത പോലെ രാജേശ്വരിയുടെ അനിയൻ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, അളിയ, ആ ശാരദയുടെ കട ഒഴിപ്പിക്കുന്ന കാര്യം എന്തായി? സംഗതി ക്ലീൻ ആയോ? അല്ല, അതിപ്പോ ഐഡിയ നിന്റേതായിരുന്നില്ലേ? നീ തന്നെ പറ രാജേശ്വരിയോട്. അല്ല, ഐഡിയ ഇപ്പോ ഞാനാണോ അളിയനാണോ എന്നുള്ളതല്ലോ, നമുക്ക് കാര്യം നടക്കാൻ എന്താന്ന് വെച്ചാന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് രാജേശ്വരി പറയുകയാണ്, നിർത്ത്. ഐഡിയ ഏതായാലും കൊള്ളാം. 2 ദിവസം, 2 ദിവസം തരും ഞാൻ. അതിനുള്ളിൽ ചട്ടിയും കലവും എടുത്തോണ്ട് സ്ഥലം വിട്ടോളണം. ഇല്ലെങ്കിൽ രണ്ടും വീട്ടിൽ നിന്നും ഔട്ടാണ്. ഗോപാലകൃഷ്ണൻ പറയാണ്, 2 അല്ല രാജേശ്വരി, അവര് 4 പേരുണ്ട്. 2 എന്ന് പറഞ്ഞതേ അവരുടെ കാര്യമല്ല, നിങ്ങൾ 2 പേരുടെയും കാര്യമാണ്. 2നെയും ഞാൻ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുമെന്ന്. അതിപ്പോഴേ പറഞ്ഞില്ലാന്ന് വേണ്ട. അതിനുശേഷം കാണിക്കുന്നത് രാത്രി ശാരദാമ്മയുടെ ഹോട്ടലാണ്. ശ്യാമ ഹോട്ടലിന്റെ ബോർഡൊക്കെ മടക്കി അകത്തേക്ക് വെക്കുകയാണ്. ശാലിനി അവിടെ ഇരുന്ന് പഠിക്കുകയാണ്. രാജിയും ശാന്തയും എന്ന് പറയുകയാണ്, ശാരദാമ്മയെ ഞങ്ങൾ അങ്ങ് ഇറങ്ങുവാണ്. ശാരദാമ്മ പറയുന്നു, 1 മിനിറ്റ്. അന്നേരം ശാന്തയ്ക്ക് ഒരു ഫോൺ വരികയാണ്. പക്ഷെ ശാന്ത ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. രാജി ചോദിക്കുകയാണ്, ശാന്ത എന്താ ഫോൺ എടുക്കാത്തത്? ഇതിപ്പോ 2-3 തവണയായല്ലോ ഫോൺ അടിക്കുന്നത്. അതൊന്നും പറയണ്ട രാജി, അതെന്റെ അങ്ങേരാണ്. കൊച്ചിന് വയ്യാതെ കിടന്നപ്പോൾ ആശുപത്രിയിൽ കുറെ ലക്ഷങ്ങൾ ചിലവായി. ഇപ്പൊ ഈ മഹാമാരി കൂടി കഴിഞ്ഞപ്പോൾ ചേട്ടന് വയ്യാണ്ടായി. അതിന്റെ കൂടെ കടം മേടിച്ച് കുടിയും. അന്നേരം ശാന്തയുടെ ഭർത്താവ് മദ്യപിച്ച് അവിടത്തേക്ക് വരികയാണ്. എടി ശാന്തേ, നീ എവിടെയാടി? ശാന്ത പറയാണ്, കിടന്ന് വിളിച്ചു കൂവേണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ടായിട്ട് കാര്യമല്ല. രൂപ 2000 ചോദിച്ചു വാങ്ങിച്ചോ നീ? ഞാൻ ഫോൺ വിളിച്ച് ഉച്ചയ്ക്ക് പറഞ്ഞതല്ലേ നിന്റെ അടുത്ത്? അതെ, എന്നും 2000-4000 ഒക്കെ കൊണ്ടുവരാൻ ഞാൻ സ്വർണ്ണഖനിയിലൊന്നുമല്ല ജോലി ചെയ്യുന്നത്. ഇതൊരു ചെറിയ ചായക്കടയാണ്. എന്തോ ആയിക്കോ, ഇപ്പൊ 2000 കൊണ്ടുവന്നില്ലെങ്കിലേ നാളെ 2 ലക്ഷം റെഡിയാക്കി വെച്ചാൽ മതി.
ബ്ലേഡ് സത്യാമ്മയുടെ കയ്യിൽ നിന്നാണ് പണം വാങ്ങിയിരിക്കുന്നത്. ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് ശാലിനി. ശാന്തയുടെ ഭർത്താവ് പറയണേ, എന്നെ അവരുടെ ആൾക്കാർ പഞ്ഞിക്കിടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഹോസ്പിറ്റൽ ബില്ലും ആംബുലൻസ് ചാർജും ഒക്കെ ആയിട്ട് ഇനിയും ചിലവ് നിനക്ക് തന്നെയാണ്. ശാന്ത പറയാണ്, അതെ, കാശ് വാങ്ങിയിട്ട് അതിൽ കുറെ കള്ളു കുടിച്ചതും തൊലിച്ചതും ഞാനല്ല. മാത്രമല്ല ഇപ്പോൾ 10 പൈസ ഇല്ല കയ്യിൽ. വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്ക്. അദ്ദേഹം അന്നേരം പറയുകയാണ്, കയ്യിലില്ലെങ്കിലും നിന്റെ കഴുത്തിൽ ഒരു പണമിട പൊന്നു കിടപ്പില്ലേ? നിന്റെ കെട്ടുതാലി അതെടുത്ത് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യ്. എന്താന്ന് വെച്ചാ ചെയ്യ്. 2000 എന്തായാലും വേണം. ഇനിയിപ്പോ നിന്റെ കെട്ടിയവനെ കൊണ്ടുപോയി മോർച്ചറിയിൽ കിടത്തിയാൽ പിന്നെ എന്തിനാടി നിനക്ക് കെട്ടുതാലി? നല്ല ചൂടായിട്ട് ഇലക്ട്രിക് ശ്മശാനത്തിൽ ദഹിപ്പിക്കാനാണെങ്കിലും നല്ല തണുപ്പായിട്ട് മൊബൈൽ മോർച്ചറിയിൽ കിടത്താനാണെങ്കിലും കാശ് കൊടുക്കണം. അപ്പോൾ ഇപ്പോഴേ അതങ്ങ് കൊടുത്തേക്കടി. കെട്ടുതാലി എന്ന് വിളിക്കുമ്പോൾ ചന്ദ്രേട്ടാന്ന് വിളിക്കുകയാണ് ശാന്ത. ഒരു ചന്ദ്രേട്ടനും ഇല്ല. ബ്ലേഡ് സത്യഭാമയുടെ കയ്യിൽ നിന്നാണ് കടം വാങ്ങിച്ചിരിക്കുന്നത്. ബ്ലേഡ് സത്യഭാമ, ഞാനിനി ജീവിക്കണോ ചാകണോ എന്നുള്ളത് നീ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. അതിനുശേഷം ചന്ദ്രൻ അവിടെ നിന്നും പോവുകയാണ്. അന്നേരം ശാരദാമ്മ പുറത്തേക്ക് വരികയാണ്. ചന്ദ്രനല്ലേ ഇപ്പൊ എന്താ പ്രശ്നം? അങ്ങേരുടെ ഒടുക്കത്തെ കൂടി വേറെ ഒരു പ്രശ്നവുമില്ല ശാരദാമ്മേ. ആ ബ്ലേഡ് സത്യഭാമയുടെ കയ്യിൽ നിന്നും അയാൾ കുറെ കാശ് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോ ആഴ്ചയിൽ പലിശ കൊടുത്ത് മുടിയുന്നത് ഞാനാണ്. ശാലിനി ചോദിക്കാണ്, ബ്ലേഡോ? ശാന്ത പറയാണ്, ബ്ലേഡ് എന്ന് പറഞ്ഞാൽ പോരാ, ഇത് വടിവാളാണ്. കാശ് കൊടുത്തില്ലെങ്കിൽ കഴുത്തറ്റു പോകും. അതാണ് സത്യഭാമയുടെ രീതി. ശാന്തേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ? അന്നേരം രാജി പറയുകയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടോന്നോ? മോള് വലിയ പഠിത്തത്തിനൊക്കെ പോകുന്ന ആളല്ലേ? ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ ജീവിതത്തിലേക്കും ഒന്ന് ഇറങ്ങി നോക്കണം മോളെ. ഇവിടെ ഞങ്ങളുടെയൊക്കെ ജീവിതം ചോര കുടിക്കുന്നത് പോലെ ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോ പലിശക്കാര്. അത് കേട്ട് ശാരദാമ്മ ചോദിക്കണം, അതിന് ഞങ്ങൾ പാവങ്ങളല്ല എന്ന് രാജിയോട് ആരാണ് പറഞ്ഞത്? ഭർത്താവ് ഉപേക്ഷിച്ചു പോയപ്പോൾ കല്ലിന് മേൽ കല്ല് കയറ്റി വെച്ച് ഉറുമ്പ് കൂട് കൂട്ടുന്നത് പോലെ ശാരദാമ്മ കെട്ടിയെടുത്തതാണ് ഈ ഹോട്ടൽ. ശാന്ത പറയാണ്, ഉപേക്ഷിച്ചു പോയാലും മരിച്ചു പോയാലും വേറൊരു ജീവിതം തേടി പോകാമല്ലോ ശാരദാമ്മേ. ഇങ്ങനെയുള്ള ഒരു കള്ളുകുടിയന്റെ കുടുംബം എങ്ങനെ ഗതി പിടിക്കാനാണ്? ഉള്ളത് മുഴുവൻ കള്ളിന് കൊടുത്തല്ലേ നശിക്കുന്നത്? ശാരദാമ്മ ചോദിക്കുകയാണ്, ഇനി ശാന്തയ്ക്ക് കൂടുതൽ പൈസ വല്ലതും വേണോ? എന്റെ ശാരദാമ്മ, എത്ര കിട്ടിയാലും കടലിൽ കായം കലക്കിയതുപോലെ ഉണ്ടാകൂ. പിന്നെ ഇങ്ങേര് പറഞ്ഞതുപോലെ പോകുന്നെങ്കിലങ്ങ് പോട്ടേന്ന്. വെറുതെ എന്തിനാ കഴുത്തിനൊരു അലങ്കാരമായിട്ടെന്നും പറഞ്ഞ് താലി പിടിക്കുകയാണ് ശാന്ത. അവർ പോയ ശേഷം ശാലിനി പറയണം, ബ്ലേഡ് സത്യഭാമ അവർ ഒരു കുഴപ്പം കേസാണല്ലോ. പിന്നീട് ശാരദാമ്മ മൈലാഞ്ചി വന്ന് ശാരി മൈലാഞ്ചി ഇട്ട് തരാം വാ എന്ന് വിളിക്കുകയാണ്. മൈലാഞ്ചി കണ്ടപ്പോൾ ഹായ് മൈലാഞ്ചി എന്നും പറഞ്ഞ് ശ്യാമ ആദ്യം എനിക്കെന്നും പറഞ്ഞ് ശാരദാമ്മയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ്. പക്ഷെ അവിടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആലോചിച്ചു എന്ന് നിൽക്കുകയാണ് ശാലിനി. ശാലിനി ചോദിക്കുകയാണ്, ആരാണ് ഈ ബ്ലേഡ് സത്യഭാമ? അവരെ എന്തിനാ നാട്ടുകാര് ഇത്രയും പേടിക്കുന്നത്? ശാരദാമ്മ പറയുകയാണ്, അവരൊരു പഴയ സ്ത്രീയാണ്. ആവശ്യക്കാർക്ക് പണം പലിശയ്ക്ക് കൊടുക്കും. ശാലിനി പറയുകയാണ്, അത്യാവശ്യക്കാർക്കല്ലേ അവരുടെ കഴുത്തറുക്കുന്നുണ്ടാവും പലിശ. പലിശ കൊടുത്തില്ലെങ്കിൽ വീട് ആക്രമിക്കുകയും പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും ഭീഷണിപ്പെടുത്തുക, അങ്ങനെ പല രീതികളുമുണ്ടല്ലോ പലിശക്കാർക്ക്. അന്നേരം ശാരിക പറയുകയാണ്, എനിക്ക് ട്യൂബ് മൈലാഞ്ചി മതി. ശ്യാമ പറയാണ്, പോ ചേച്ചി അവിടെ നിന്ന്. ഈ ട്യൂബ് മൈലാഞ്ചിയും കോൺ മൈലാഞ്ചിയെക്കാട്ടും നല്ലത് ഇത് തന്നെയാണ്. ബാക്കിയുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ശാലിനി പറയുകയാണ്, ഇവിടെ വന്ന് അക്രമം കാണിച്ചതും അവരുടെ ആൾക്കാരാണെന്നാണ് അറിവ്. ഏതായാലും ഞാനിത് വെറുതെ വിടാൻ പോകുന്നില്ല. നാട്ടിലും നീതി നിയമം ഉണ്ടോന്ന് അറിയണമെന്നല്ലോ ഒരു ബ്ലേഡ് സത്യഭാമ വന്നിരിക്കുന്നു. അത് കേട്ട് ശാരദാമ്മ പറയുകയാണ്, നീ ഇനി അതിന്റെ പിന്നാലെ ഒന്നും പോകേണ്ട. നിനക്കറിയാമല്ലോ ശാന്തയുടെയും ചന്ദ്രന്റെയും സ്വഭാവം. അതങ്ങനെ തട്ടിയും മുട്ടിയും എങ്ങനെയെങ്കിലും ഒക്കെ മുന്നോട്ട് പോയിക്കോളും. ശ്യാമയോട് ശാരദാമ്മ പറയുകയാണ്, മൈലാഞ്ചിയിട്ട് കൈ എത്രയ്ക്ക് ചുമക്കുന്നോ അത്രത്തോളം സ്നേഹം ഭർത്താവിനോടുണ്ടാകുമെന്നാണ്. അങ്ങനെയാണ് പറച്ചില്. കേട്ട് ശാലിനി പറയാണ്, കൊള്ളാം, ബെസ്റ്റ്. മൈലാഞ്ചിയിട്ട ശാരദയുടെ കൈ നന്നായിട്ട് ചുമന്നുകൊണ്ടായിരിക്കും ഭർത്താവ് പണ്ടേ ഇട്ടിട്ട് പോയത്. നേരം ശാരിക പറയുകയാണ്, ശാലിനിയുടെ കയ്യിലൂടെ മൈലാഞ്ചി ഇട്ട് കൊടുക്ക്. കല്യാണം കഴിക്കാൻ പോകുന്ന ആള് എന്തുമാത്രം ഇഷ്ടം കാണിക്കുമെന്ന് അറിയാമല്ലോ. ഇത് കേട്ട് ശാലിനി കളിയാക്കി പറയുകയാണ്, ഓ പിന്നെ അവന് വേറെ പണിയൊന്നുമില്ലല്ലോ, ഇപ്പോഴും എന്നെ ഓർത്തുകൊണ്ട് കിടക്കുകയായിരിക്കും വേറെ ഏതോ ഒരു ലോകത്ത്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന വിഷ്ണുവിനെയാണ്. അവിടെ വിഷ്ണു ശാലിനി അമ്പലത്തിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ച് കിടക്കുകയാണ്. വിഷ്ണു ശാലിനി ആലോചിക്കുമ്പോൾ സത്യഭാമ സുസ്മിതയെ കണ്ട കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. സത്യഭാമ പറയുകയാണ്, നീ അമ്പലത്തിൽ വെച്ച് സരള ആന്റി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങ് പേടിച്ചുപോയി. ഈ കുഞ്ഞായിരുന്നപ്പോൾ അവരുടെ വീട്ടിൽ എത്ര തവണ പോയിട്ടുള്ളതാ നമ്മൾ. ഇല്ലെങ്കിൽ സരള ഇങ്ങോട്ട് വരും. അപ്പോഴൊക്കെ നീയും സുസ്മിയായിട്ടുമാണ് എപ്പോഴും കമ്പനി. സത്യഭാമ അതൊക്കെ പറയുമ്പോഴും വിഷ്ണു ശാലിനിയെ തന്നെ ആലോചിക്കുകയാണ്. സത്യഭാമ പറയുകയാണ്, കൂട്ടുകൂടി കളിക്കുമ്പോഴൊക്കെ നീ അവളെ തട്ടി വീഴ്ത്തും. നിന്നേക്കാൾ കുഞ്ഞല്ലേ അവള്, ഒരു പൂച്ചക്കുഞ്ഞിന്റെ അത്രയും ചെറുത്. ഇപ്പോഴവള് വലുതായി. ഇപ്പോൾ നിന്നെ തന്നെ അവള് വീഴ്ത്തിക്കളഞ്ഞു ഒറ്റ നോട്ടത്തിൽ. നേരം വിഷ്ണു മാർക്കറ്റിൽ വെച്ച് ശാലിനിയുടെ തലയിൽ പൂ വീണതൊക്കെ ആലോചിക്കുകയാണ്. സത്യഭാമ ചോദിക്കുകയാണ്, അല്ലേടാ? മിണ്ടാതെ കിടക്കുന്ന വിഷ്ണുവിന്റെ തല പിടിച്ച് കുലുക്കിയിട്ട് സത്യഭാമ ചോദിക്കണ്ട, ഞാൻ പറഞ്ഞത് വല്ലതും നീ കേട്ടോ? ഞാൻ നിന്റെ കല്യാണ കാര്യമാണ് പറഞ്ഞത്, കേട്ടോ നീ?
കേട്ടുവെന്ന് നാണത്തോടെ പറയുകയാണ് വിഷ്ണു. എണീക്കെന്നും പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് സത്യഭാമ. അതെ, നീ ഇപ്പൊ വലിയ ചെറുക്കനായി കഴിഞ്ഞു. ഇനി എന്റെ മടിയിലല്ല, സ്വയം അവളെ കുറിച്ച് സ്വപ്നം കണ്ടങ്ങ് ഉറങ്ങിയാൽ മതി. ഇത്രയും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് സത്യഭാമ. സത്യഭാമ ചിന്തിക്കുകയാണ്, നോക്കി നോക്കി നടന്ന് ഇവന്റെ കല്യാണപ്രായമായത് അറിഞ്ഞതേയില്ല. ഇനി എത്രയും പെട്ടെന്ന് വിഷ്ണുവും സുസ്മിതയും തമ്മിലുള്ള കല്യാണം ഉറപ്പിക്കണം. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.